നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരത്തിൽ അതിശക്തമായ ഗോൾ വർഷം നടത്തിയ എതിരാളികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ബെൽജിയം. ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് അവർ ടുണീഷ്യയെ തകർത്ത് വിട്ടിരിക്കുന്നത്. ട്രൊസാർഡും ഡി കെറ്റ്ലെയറും ഡിബ്രോയിനയും ലുക്കേ ബാക്കിയോയും അതുപോലെ തന്നെ റസ്കിനുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. ശരിക്കും പറഞ്ഞാൽ ബെൽജിയത്തിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. അവരുടെ നിരയിൽ ഡോക്കുവും ട്രൊസാർഡും ഡിക്കറ്റ്ലെയറും ഒക്കെ ചേർന്നുകൊണ്ടാണ് മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്ത് ടുണീഷ്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ അവർ ബുദ്ധിമുട്ടുന്ന കാഴ്ച. അനവധി അവസരങ്ങൾ ബെൽജിയം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയാണ് അവർ 5 ഗോളുകൾ നേടിയത്. 28ാമത്തെ മിനിറ്റിൽ ട്രൊസാർഡിലൂടെ അവരുടെ ആദ്യ ഗോൾ പിറന്നു. 53ാമത്തെ മിനിറ്റിൽ ഡി കെറ്റ്ലെയർ 2ാമത്തെ ഗോളും കണ്ടെത്തി. പിന്നാലെ ഗർബിക്ക് റെഡ് കാർഡ് കിട്ടിയത് ടുണീഷ്യയ്ക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. കെഡിബിയുടെ ഗോൾ പിറക്കുന്നു 65ാമത്തെ മിനിറ്റിൽ. ലുക്കേ ബാക്കിയോ 85ാമത്തെ മിനിറ്റിലും റസ്കിൻ 87ാമത്തെ മിനിറ്റിലും ഗോളടിച്ചപ്പോൾ 5-0 വമ്പൻ വിജയമാണ് ബെൽജിയം സ്വന്തമാക്കിയിരിക്കുന്നത്. ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് വേൾഡ് കപ്പ് മത്സരമാണുള്ളത്. ഇതിനു മുമ്പ് നടന്ന സന്നാഹ മത്സരത്തിൽ അവർ ക്രൊയേഷ്യ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. വേൾഡ് കപ്പിൽ അവരുടെ ആദ്യ മത്സരം ഈജിപ്തിനെതിരെ ജൂൺ 16 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിൽ അവർക്ക് ആധിപത്യം പുലർത്താൻ കാര്യങ്ങൾ ഉറപ്പാക്കാനുള്ള മത്സരമാണത്. ഗ്രൂപ്പ് ജിയിലാണ് ബെൽജിയം ഉള്ളത്. ഈജിപ്തും ഇറാനും ന്യൂസിലാൻഡുമാണ് മറ്റു ടീമുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.